ഹലോ. അപ്പോൾ കൗസ്റ്റിൽ വന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ ഓണമാണിത്. കഴിഞ്ഞ വർഷം നമ്മൾ 2 ഫാമിലി മാത്രമേ ഓണം ആഘോഷിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ നമുക്ക് ഒരു 6-7 ഫാമിലി ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ സനുവാടിനും ആദ്യവും പിന്നെ വേറൊരു ഫ്രണ്ടും മക്കളും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു പാർക്കിൽ പൂവൊക്കെ പറിക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. നമുക്കിവിടെ പൂ വാങ്ങിക്കാൻ കിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്കിവിടുന്ന് പാർക്കിൽ നിന്നൊക്കെ കിട്ടുന്ന പൂ വെച്ചിട്ട് വേണം പൂക്കൾ ഇടാനായിട്ട്. നാട്ടിലാണെങ്കിൽ നമ്മൾക്ക് അത്തം മുതൽ നമ്മൾ തിരുവോണം വരെ പൂവൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഇവിടെ പൂ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ നമ്മൾ തിരുവോണമായ ദിവസം കുറച്ചൊരു പൂക്കളൊക്കെ ചെറിയൊരു പൂക്കളൊക്കെ ഇടാറുണ്ട്, ഉള്ള പൂവൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെ നല്ല വെയിലാണ്, എന്നാലും രാവിലെ നല്ല ചൂടും ഉണ്ട്. ആ സമയത്ത് എല്ലാവരും തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് പോയി പൂവൊക്കെ പറിച്ച് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൂവൊക്കെ പറിച്ച് വന്നതിന് ശേഷം വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി ഞാൻ സെറ്റ് സാരിയും ആദ്യം സരണം മുണ്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഓണം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകുന്നത്. ഞങ്ങളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഓണാഘോഷ പരിപാടി നടക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ വന്നു. കുട്ടികളെ കൊണ്ട് തന്നെ ഞങ്ങൾ പൂക്കളൊക്കെ ഇടിയിച്ചു. അതുപോലെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഓലേനെ കൊണ്ട് ഓല പീപ്പിയും അതുപോലെ ഓല കണ്ണടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ നമ്മൾ അവിടുന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നാട് വിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ അറിയണമെന്നില്ല. അപ്പോൾ അവരൊക്കെ അതിനെ കൊണ്ടൊക്കെ കുറേ സമയം കളിച്ചു. പിന്നെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ സദ്യ കഴിച്ചു. സദ്യ 3 കൂട്ടം പായസമൊക്കെ ഉള്ള നല്ല സദ്യ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ സദ്യ ഉണ്ടാക്കുകയാണ് ചെയ്തത്. 2 ഫാമിലിയും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കഴിക്കുക ചെയ്തത്. പക്ഷേ ഇത്തവണ നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അത് എന്താ പറയുക, നാട്ടിലൊക്കെ ഉള്ള സമയത്തുള്ള അതേപോലെ മ്യൂസിക്കൽ ചെയർ, അതുപോലെ സുന്ദരിക്ക് പൊട്ടുതൊടൽ, അതുപോലെയുള്ള ഗെയിംസൊക്കെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നാട് വിട്ട് നിൽക്കുമ്പം അതൊക്കെ നമുക്ക് വളരെ എന്താ പറയുക കുറേ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നാട്ടിൽ ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഇവിടുന്ന് അയ്യോ നമ്മളിപ്രാവശ്യം ഇല്ലല്ലോ എന്ന് പറയും. പക്ഷേ ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ വെച്ച് അതൊക്കെ കളിച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ എല്ലാവരും കുറേ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും സെറ്റ് സാരിയൊക്കെ ഇട്ടതല്ലേ എന്ന് വിചാരിച്ച് ഞാനും കുറേ ഫോട്ടോസിനൊക്കെ പോസ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം പരിപാടിയും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.